പിന്നെയും റമദാൻ എന്തിനാ? ഒരു തിന്നാളെ മാസമല്ലേ? എന്താ ഇതിൻ്റെ അർത്ഥം? നിങ്ങൾ ചിന്തിക്കും. എന്നോട് എത്ര ആൾ പറഞ്ഞെന്നറിയോ? എത്ര ആൾ തറാവി കഴിഞ്ഞ് നാട്ടിൽ നടക്കാൻ വയ്യ, ബാല്യക്കാർ മുഴുവനും കൂടുക. ഇതെന്തിൻ്റെ മാസം? ഒരു മനുഷ്യൻ നാളത്തെ വിഷയം തന്നെ അതാ. നാളത്തെ വിഷയം ഭക്ഷണം അധികരിച്ച മനുഷ്യൻ ആപത്തപ്പെടും. വളരെ ശ്രദ്ധിച്ചോളിട്ടാ, ഇത് ആപത്തിലേക്ക് പോവുകയാണ്. എന്തൊക്കെ ആപത്താണ് മലബാറിലെ മുസ്ലിമീങ്ങൾക്ക് വരാനിരിക്കണമെന്ന് അല്ലാഹു അഅലം. കാരണം മനുഷ്യൻ ഇങ്ങനെ കളിക്കുന്നുണ്ടെങ്കിൽ അവൻ ദുഃഖിക്കുന്ന സമയം അടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ കളിക്കൂല. ചിലപ്പോൾ 2 ദിവസം ആ ചർച്ച ഞങ്ങൾ കാണിച്ചു തരാം. നിങ്ങളാ കൂട്ടത്തിൽ കൂടണ്ട കേട്ടോ, അതിന് നിങ്ങൾ കൂടരുതേ. അതൊരു മനുഷ്യൻ കളി ചിരി കൂട്ടം കൂടി കളിച്ചിരിക്കുക. ഏത് മാസം? ഏട്ടാ തെറാവി കഴിഞ്ഞാൽ പെരി പോയി കടന്നുറങ്ങിക്കോ, ഈ തെറാവി സ്കിച്ചിലേക്ക് കടന്നുറങ്ങിക്കോ, വിശ്വസിച്ചിട്ടുണ്ട്. എന്നാലും എവിടേക്ക് ഇറങ്ങണ്ട, ഈ അങ്ങാടിക്ക് ഇറങ്ങണ്ട. ടെൻറ്റ് കിട്ടുക. എന്നോട് പറയാം, ഇന്ത്യയിലെ മൊത്തം ഭക്ഷണം കിട്ടുന്ന ടെൻറ്റ് ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ. ഇന്നലെ എന്നോട് ഒരു കൊടുവള്ളിക്കാരൻ പറഞ്ഞു. ആരിജ പറഞ്ഞു? ആയിക്കോട്ടെ, അങ്ങനത്തെ നാട്ടിലാകണ്ട. കൊടുവള്ളി ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടായോ കൊല്ലുണ്ടെന്ന് അറിയില്ല. നാട്ടിലാകെ ബാല്യക്കാരൻ രാത്രി ഒരു 10 മണി 9:30 10 തോരണങ്ങൾ തൂക്കി എന്താ പറയാ ലൈറ്റ് ഇട്ട് അങ്ങനെ എന്താ ജനക്കൂട്ടം, ആണും പെണ്ണും ആകെ നാടാകെ 9:30 മണി 10 മണിയായി 10 മണിയായി നാടാകെ മനുഷ്യന്മാർ. അല്ലേ? സത്യം. ഇതിപ്പോ റമളാനെ കൊല്ലലാണ്. റമളാന്റെ വില എറിയ ഒരു സാധനത്തിന് അതിന് വിലയില്ലേ. പൊട്ടക്കിണറ്റി കൊണ്ട് ഇടരുത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇപ്പം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെ തീപ്പെട്ടിക്കൊള്ളി ഒരസീറ്റ് തീ കത്തിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ ഇങ്ങനെ ആട്ടും. നിങ്ങൾ മുസാഫ് ഓതി കഴിഞ്ഞാൽ ഇങ്ങനെ ആട്ടും. മനസ്സിലായില്ല? ഒരു തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് നമ്മളൊരു സാധനം കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ തീപ്പെട്ടിക്കൊള്ളി എന്താ ചെയ്യല്? തീപ്പെട്ടിക്കൊള്ളി ബഹുമാനിച്ച് പട്ടിപ്പൊതി കൊണ്ടേക്കല പൊട്ടന്മാരെ. തീപ്പെട്ടിക്കൊള്ളി കത്തിച്ച തീപ്പെട്ടിക്കൊള്ളി ചങ്ങായി, കത്തിച്ച തീപ്പെട്ടിക്കൊള്ളി ഒരു സാധനം തീ കൊടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞല്ലോ, പിന്നെ നിങ്ങൾ എന്താ ചെയ്യുക? അങ്ങനെ മുടിക്കും, അല്ലെ എങ്ങനെ ഇടും, അല്ലെ അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾ ഓത്ത് കഴിഞ്ഞാൽ മുസാഫ് ഇങ്ങനെ എറിയും. എന്ത്? അത് വിലയുള്ള സാധനമാണ്. അത് ആ തീപ്പെട്ടിക്കൊള്ളി എറിയുമ്പോൾ ആണല്ലോ ആ യൂസുഫിനെ ആരെറിഞ്ഞ്? ജേട്ടന്മാരെറിഞ്ഞ്. റമളാൻ നിങ്ങൾ അങ്ങനെ എറിയരുത്, ആ ഏറപ്പ് എറിയാണ്. അതെന്തിനുള്ളതാ? തീറ്റ കുറക്കുക, ഖുർആനോത്ത് കൂട്ടുക, ദിക്ർ കൂട്ടുക. നേരെ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴിവാക്കാൻ പറഞ്ഞ സാധനത്തിൽ മേൽ കൂടുക. അപ്പൊ അതിനെ നിങ്ങൾ എറിഞ്ഞത് എവിടേക്കാണ്? പൊട്ടക്കിണറ്റിലേക്ക്. ഹാഫിദ് ഇബ്നു ജൗസി തങ്ങൾ പറയാണ്, റമളാനെ കൊല്ലരുത്, റമളാനെ പൊട്ടക്കിണറ്റിൽ എറിയരുത്. അത് നിസാരപ്പെടുത്തിയത്, ഭക്ഷണം നിസാരപ്പെടുത്തിയ മാസം റമളാൻ, അയിമ കൂടരുത്. പിന്നെയോ വലാ തബിഉഹു ബിസമനിൻ ബഖ്സിൻ, നിസാരപ്പെട്ട വിലക്കതിനെ വിൽക്കരുത്. ഒരു അമലിനേക്കാൾ കയ്യിൽ മറ്റൊരു അമലാന്ന് പറഞ്ഞാൽ അതിലേക്ക് ഓടും. അതാണ് റമളാന്. അല്ലാതെ റമളാൻ നിസാരപ്പെടുത്തിയ കാര്യത്തിന്റെ പിന്നാലെ പോകരുത്. അപ്പൊ എന്ത് വേണം? വലാ തബിഉഹു ബിസമനിൻ ബഖ്സിൻ, കുറഞ്ഞ വിലക്ക്, തുച്ഛമായ വിലക്ക് റമളാൻ നിങ്ങൾ വിൽക്കരുത്. എന്താണോ ഏറ്റവും അഫ്ളൽ അതിന് നിങ്ങൾ സമയം ചെലവാക്കണം. എന്താണോ ഏറ്റവും അഫ്ളൽ അതിന് സമയം ചെലവാക്കുക. അങ്ങനെ റമളാൻ പുലർത്തൽ പാടുള്ളൂ.